സ്റ്റാർ രാജൻ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കത്രിക്ക് ഉണ്ടാകുന്ന കംപ്ലൈൻറ്റുകളാണ്. കംപ്ലൈൻറ്റുകൾ നമ്മൾ എങ്ങനെ ശരിയാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഒട്ടും സമയം കളയേണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. എനിക്ക് ഏറ്റവും കൂടുതൽ 30 വർഷമായിട്ട് എൻ്റെ ജോലിക്ക് പോകുമ്പോൾ, ഈ കത്രിക മുറിച്ച് വയ്ക്കാൻ പോകുമ്പോൾ, തുണി വെട്ടുന്ന കടകൾ, മുടി വെട്ടുന്ന കടകൾ, പിന്നെ വീടുകളിലും തയ്ക്കുന്നവരുണ്ടല്ലോ, അപ്പോൾ അവർ പറയുന്ന കംപ്ലൈൻറ്റ് ഈ തുമ്പ് ചേരത്തില്ല. കാരണം ഇവിടം വരെ വന്നു കഴിഞ്ഞാൽ ഇങ്ങ് അറ്റം ചേരത്തില്ല, ഇതുപോലെ ഇങ്ങനെ നിൽക്കും. ഇതിന് മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്രിക നിലത്ത് വീഴുമ്പോഴാണ് ഇതിൻ്റെ തുമ്പ് ഇങ്ങനെയായി പോകുന്നത്. അപ്പോൾ ഇതെങ്ങനെ ശരിയാക്കാം? ഇവിടെ ചേരുന്നില്ല, അതെങ്ങനെ ശരിയാക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കത്രികയുടെ ഇവിടെയൊന്നും ചുറ്റിയെടുത്ത് മുട്ടരുത്, ഇവിടെയോ ഈ ഭാഗത്തൊന്നും ചുറ്റിയെടുത്ത് മുട്ടരുത്. അടിയിൽ എന്തെങ്കിലും ഇരുമ്പ് വയ്ക്കുക, ഇതുപോലെ എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ ചെറിയ കഷ്ണം വെച്ചിട്ട് ഈ തുമ്പിൽ മാത്രം, അത് പയ്യെ മുട്ടാവുള്ളൂ കേട്ടോ, ഭയങ്കര സ്പീഡിൽ മുട്ടരുത്. ഇങ്ങനെ അടിയിൽ എന്തെങ്കിലും ഒരു ഇരുമ്പിൻ്റെ കഷ്ണം വെച്ചിട്ട് ചുറ്റിയേക്ക് ചെറുതായിട്ട് ഇങ്ങനെ മുട്ടി ഇങ്ങനെ ശരിയാക്കുക. ഇതിപ്പോൾ കുഴപ്പമില്ലാത്ത കത്രിയാണ്, ഇത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് മുട്ടിക്കഴിഞ്ഞാൽ ഈ തുമ്പ് ഇങ്ങനെ ചേരുന്നതാണ്. അടുത്ത ഒരു കംപ്ലൈൻ്റ് ആണ് കത്രിക ഇങ്ങനെ വീഴുക. നിലത്ത് ഇങ്ങനെ വീഴുമ്പോൾ കത്രികയ്ക്ക് ഒരു പൊളവുണ്ടാകും. പൊളവെന്ന് പറഞ്ഞാൽ ഈ വായ്ത്തല അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ പൊളവ് വരും. അപ്പോൾ ഈ ചേരുമ്പോൾ കത്രിക പല സ്ഥലങ്ങളിൽ മുറിയത്തില്ല. കത്രികയുടെ ചേർച്ച കറക്റ്റ് അല്ലാതെ വരുമ്പോൾ പല സ്ഥലങ്ങളിലും കത്രിക മുറിയത്തില്ല. അതിന് ഒരു വഴി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കത്രികയ്ക്കും നട്ടും ബോൾട്ടും ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ നട്ട് ബോൾട്ട് ശരിക്കും ഒന്ന് മുറുക്കി കൊടുക്കുക. അതായത് ഒത്തിരിയല്ല, നമ്മൾ തുണി വെട്ടുന്നതിനേക്കാളും സകലം കൂടെ നന്നായിട്ട് ഒന്ന് മുറുക്കി കൊടുത്തിട്ട് കുറച്ച് ഓയിലെടുത്ത് ഇവിടെ ഇടുക. ഓയിലോ വെളിച്ചെണ്ണ ഇവിടെ ഇട്ടിട്ട് ഒരു 5-6 പ്രാവശ്യം ടൈറ്റിൽ തന്നെ ഇങ്ങനെ തന്നെ ചെയ്യണം. ഒരു 5-6 പ്രാവശ്യം ചെയ്യുമ്പോൾ ഇതിൻ്റെ പൊളവ് തന്നെ മാറിക്കിട്ടും. ഇതാണ് രണ്ടാമത്തെ കംപ്ലൈൻറ്റ്. ഇനി മൂന്നാമത്തെ ഒരു കംപ്ലൈൻറ്റും കൂടെയുണ്ട്. ഇതിൻ്റെ നട്ടും ബോൾട്ട് തേഞ്ഞു പോകും. അതിന് നിങ്ങൾ ഇവിടെ അത് എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നട്ട് ഇവിടെ മുറുക്കുമ്പോൾ ഭയങ്കര ടൈറ്റായി പോകും. നമ്മൾ എന്നാ വെച്ചാൽ ലൂസ് കിട്ടത്തില്ല, കത്രികയ്ക്ക് ഫുൾ ടൈറ്റായി പോകും. പിന്നെ നമ്മൾ കുറച്ച് തുണി വെട്ടുമ്പോൾ അഴിഞ്ഞ് പോകും. അതിന് നമ്മൾ കത്രിക മേടിക്കുന്ന കടയിൽ കിട്ടും, തയ്യൽ മെഷീൻ മേടിക്കുന്ന കടയിലും കിട്ടും. അതുപോലെ ഒരു നട്ട് ബോൾട്ട് ഇട്ട് മുറുക്കുക. ഇത്രയും കംപ്ലൈൻ്റ് ആണ് ഒരു കത്രികയ്ക്ക് വരുന്നത്. വേറെ എന്തെങ്കിലും ഇനി ഞാൻ പുതിയതായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും കൂടെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും, തയ്ക്കുന്നവർക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണ്. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയ ചെറിയ മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും അടുത്ത തിങ്കളാഴ്ച കാണാം.